ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് 2025 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മാത്സ് എക്സാം? ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളായി എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. നന്നായി പഠിച്ചിട്ടുള്ളവർക്ക് ഓരോ സെക്ഷനും എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചിട്ടുള്ളവർക്ക് ഫുൾ മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ എല്ലാവർക്കും എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു പബ്ലിക് എക്സാം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നു അതോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടാണോ ഫീൽ ചെയ്തത്, എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ആൻസർ കീ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 100 എക്സെട്ര ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സാണ്. സോ നമുക്ക് എഴുതാം എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് എച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ വെർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് 1, 2, 3. 1, 2, 3യുടെ സബ്സെറ്റ്സ് എഴുതാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് സെറ്റ് 1 എഴുതാം, സെറ്റ് 2 എഴുതാം, സെറ്റ് 3 എഴുതാം, പിന്നെ അതേ തന്നിരിക്കുന്ന സെറ്റിന് എഴുതാം സെറ്റ് 1, 2, 3, ദെൻ സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3 ആൻഡ് നൾ സെറ്റ്. 3 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഗ്രി മെഷർ ഓഫ് 4π/3. 4π/3 ഡിഗ്രി മെഷർ എഴുതണം. ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 4π/3 × 180/π ചെയ്യുക. സോ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 240 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് cos x = -3/5, x lies in the third quadrant, find the values of the trigonometric function sin x and tan x. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ട്രയാങ്കിൾ വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 3യും അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 5 ആയിട്ടും എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് തേർഡ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് കിട്ടും. അപ്പോൾ 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ സൈൻ എക്സ് കാണുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. സോ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 4, ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുമ്പോൾ 5. സോ 4/5 എന്ന് എഴുതാം. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ -4/5 എന്ന് എഴുതാം. ഇനി അതിൽ ചോദിച്ചിട്ടുള്ളത് ടാൻ എക്സ് കാണാനാണ്. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ്. സോ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ 4/3 എന്ന് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് എഴുതാം. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ 4/3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ടാൻ പോസിറ്റീവാണ്. സോ സൈന് പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനിക്വാളിറ്റി. ഒരു ഇനിക്വാളിറ്റി തന്നിട്ടുണ്ട്. സോ 3 × x - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x - 3. സോ സിംപ്ലിഫൈ ചെയ്താൽ 3x - 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x - 6 എന്ന് കിട്ടും. സോ 3x - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 - 6 എന്ന് വരും. therefore x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് റിയൽ ലൈൻ വരച്ചിട്ട് മാർക്ക് ചെയ്യാനാണ്. സോ നമുക്ക് ഇതേ രീതിയിൽ മാർക്ക് ചെയ്യാം. -3നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും, സോ -3 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ പോയിൻറ്റ്സും ഒന്ന് ഡാർക്കൺ ചെയ്തിട്ട് കാണിക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4-digit numbers can be formed by using the digits 1 to 9? The repetition is not allowed. ഈസി ക്വസ്റ്റ്യൻ ആണ്. 4-digit നമ്പേഴ്സാണ്. സോ ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് 9 ഡിജിറ്റ്സും എഴുതാം. സെക്കൻഡ് പ്ലേസിൽ 8 ഡിജിറ്റ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, കാരണം റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട്. പിന്നെ തേർഡ് പ്ലേസിൽ എന്ന് പറയുമ്പോൾ 9 × 8 × തേർഡ് പ്ലേസിൽ നമുക്ക് 7 ഡിജിറ്റ്സ് എഴുതാം. ഫോർത്ത് പ്ലേസിൽ അപ്പോൾ 6 ഡിജിറ്റ്സ്. മൾട്ടിപ്ലൈ ചെയ്താൽ 3024 എന്ന ആൻസർ കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ഫോർ ദ കേസ് n = 9 and r = 5. n = 9ഉം r = 5ഉം. സോ n = 9 and r = 5 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 9 ഫാക്ടോറിയൽ ബൈ 9 - 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. = 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ വരും. 9 ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് 1 × 2 × 3 × 4 × എക്സെട്ര അപ് ടു 9 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 × 3 × 4 ആണ്. സോ 4 വരെയുള്ള എല്ലാ നമ്പേഴ്സും ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്ന നമ്പേഴ്സ് 5 × 6 × 7 × 8 × 9 = 15,120 എന്ന് ആൻസർ കിട്ടും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഇൻ ദ 7th octant? 7th octantലെ ഒരു പോയിൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഓരോ ഒക്ടൻറ്റിലും എങ്ങനെയാണ് സൈൻ വരുന്നത് എന്നുള്ളതിൻ്റെ ട്രിക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. 7th octantലെ എല്ലാ വാല്യൂസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിൽ എല്ലാ കോർഡിനേറ്റ്സും നെഗറ്റീവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ -2 -2 -2 എന്നുള്ളത് ആൻസറായിട്ട് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് കാണാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കാണാം. സോ ഡിസ്റ്റൻസ് കണ്ടാൽ √126 എന്ന് വരും. അല്ലെങ്കിൽ നമുക്കതിനെ 3 √14 എന്നും എഴുതാം.
ഇനി 6th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിളായിട്ട് കമ്പയർ ചെയ്യുക. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ x² + y² + 2gx + 2fy + c = 0 എന്നുള്ള ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. സോ കമ്പയർ ചെയ്താൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നതാണ് 2g. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -4 ആണ്. സോ 2g = -4 എന്ന് എഴുതാം. അതുപോലെ തന്നെ വൈയുടെ കോഎഫിഷ്യൻ്റ് നോക്കുക 2f. വൈയുടെ കോഎഫിഷ്യൻ്റ് 2f എന്ന് പറയുന്നത് ഇവിടെ -8 ആണ്. അതിൽ നിന്ന് ജിയുടെയും എഫിൻ്റെയും വാല്യൂസ് കാണാം. സോ g = -2 എന്നും f = -4 എന്ന് വരും. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -g - f ആയിരിക്കും. സോ -g - f എന്ന് പറയുമ്പോൾ സെൻറ്റർ = 2,4 എന്ന് കിട്ടും. അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറയുമ്പോൾ √g² + f² - c. ജിയുടെ വാല്യൂ, എഫിൻ്റെ വാല്യൂ, സിൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. ജി എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്, എഫ് എന്ന് പറയുന്നത് -4 ആണ്, സി എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് -45. സോ വാല്യൂസൊക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ √65 എന്ന് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വേറൊരു മെത്തേഡിലും ചെയ്യാം. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x - h² + y - k² = r² എന്നുള്ള രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. അതിനാദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് എഴുതാം. x² + y² -4x - 8y - 45 = 0 എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. x² - 4x പിന്നെ വൈയുടെ ടേംസ് ഒക്കെ എഴുതാം. +y² - 8y - 45 = 0 എന്ന് എഴുതാം. അതിൽ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ x² - 4x ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേമും കൂടി വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. സോ ഏത് ടേമാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -4 ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. സോ x² - 4x + 4 എന്നെഴുതാം. അതുപോലെ വൈയുടെ ടേം എടുക്കുക, വൈയുടെ കോഎഫിഷ്യൻ്റ് എടുക്കുക. വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -8 എന്നാണ്. 8ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. സോ ആ 16 എന്ന് പറഞ്ഞ ടേം നമ്മൾ ആഡ് ചെയ്യാം. സോ ഇക്വേഷനിൽ മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് 4ഉം 16ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യും കൂടി ചെയ്യുക. മൈനസ് കോൺസ്റ്റൻറ്റ് ടേം -45 = 0 എന്ന് എഴുതാം. സോ ആദ്യത്തെ ഈ 3 ടേം എടുത്തു കഴിഞ്ഞാൽ അത് x - 2 2 എന്നാണ്. പിന്നത്തെ 3 ടേംസ് വൈയുടെ ടേംസ് എടുത്തു കഴിഞ്ഞാൽ y - 4 2 എന്ന് എഴുതാം. പിന്നെയുള്ള ടേംസ് ഒക്കെ ആഡ് ചെയ്താൽ -65 എന്ന് വരും. അതിന് RHSലോട്ട് എടുത്തു കഴിഞ്ഞാൽ =65 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ x - h² + y - k² = r² എന്നുള്ള രൂപത്തിലായി. ഇക്വേഷൻ ഓഫ് ദ സർക്കിളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ എന്ന് പറയുന്നത് HK ആണ്. അപ്പോൾ സെൻറ്റർ = 2,4 എന്ന് എഴുതാം. റേഡിയസ് = √65 എന്ന് കിട്ടും. ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടുന്നതാണ്. ഇനി 7th ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 0 tan 2x by x. tan 2xനെ നമുക്ക് sin 2x by cos 2x എന്ന് എഴുതാം. സോ ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x by x × cos 2x എന്ന് വരും. സോ ഇവിടെ sin x വരുന്ന ടേമിന് നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ഇക്വേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ sin 2x by 2x എന്ന് കിട്ടണം. സോ ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യുക. സോ ലിമിറ്റ് x ടെൻസ് ടു 0 2 × sin 2x by 2x എന്ന് എഴുതാം. ഇൻറ്റു cos 2xൻ്റെ ടേം നമ്മൾ അതുപോലെ തന്നെ എഴുതാം 1 by cos 2x. ഇനി നമ്മൾ ഇതിവിടെ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ 2 × ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x by 2x എന്ന് വരും. ഈ ഒരു ടേമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്ന് പറയുന്നത് 1 ആണ്. സോ =1 എന്ന് എഴുതാം. ഇവിടെ എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ cos 0 എന്ന് വരും, അതും 1 ആണ്. സോ 2 × 1 × 1 = 2 എന്ന ആൻസർ കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 0 1 - cos x by x = 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ന്യൂമറേറ്ററിലെ ടേം 1 - cos x എന്നാണ്. 1 - cos xനെ നമുക്ക് 2 sin² x by 2 എന്ന് എഴുതാം. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 2 sin² x by 2 by x എന്ന് വരും. ഈ 2നെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 sin² x by 2 by x by 2 എന്ന് വരും. സോ ലിമിറ്റ് x ടെൻസ് ടു 0 sin² ഞാൻ sin x by 2 × sin x by 2 എന്ന് എഴുതാണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by 2 ഡിവൈഡഡ് ബൈ x by 2 × sin x by 2. ഈ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്നുള്ള ഇക്വേഷൻ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെ ടേമിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ sin 0 എന്നാണ് വരിക, അതിൻ്റെ വാല്യൂ 0. സോ 1 × 0 എന്ന് പറയുമ്പോൾ നമുക്ക് 0 എന്ന് എഴുതാം. അത്രയാണ് 7th ക്വസ്റ്റ്യൻ. ഇനി 8th ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ y ആക്സിസ്. y ആക്സിസിൻ്റെ ഇക്വേഷൻ സിമ്പിളാണ്. x = 0 എന്ന് എഴുതി കഴിഞ്ഞാൽ y ആക്സിസിൻ്റെ ഇക്വേഷനായി. ഇനി ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് P ആൻഡ് Q. പിയും ക്യൂയും തന്നിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിന്റ് കാണണം. ആ പോയിന്റും ഒറിജിനും തമ്മിലുള്ള ലൈനിൻ്റെ സ്ലോപ്പാണ് കാണേണ്ടത്. സോ മിഡ് പോയിന്റ് ഓഫ് PQ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ x1 + x2/2 y1 + y2/2. സിംപ്ലിഫൈ ചെയ്താൽ 4 - 2 എന്നുള്ളത് മിഡ് പോയിന്റ് കിട്ടും. ഇനി കാണാൻ ചോദിച്ചിട്ടുള്ളത് ഒറിജിനും ഈ മിഡ് പോയിൻറ്റും തമ്മിലുള്ള സ്ലോപ്പാണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 0, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് 4 - 2 ആണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം y2 - y1 / x2 - x1. വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് -1/2 എന്ന ആൻസർ കിട്ടും.
ഇത്രയാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനി അതിൽ സെക്കൻഡ് സെക്ഷൻ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ സബ്സെറ്റ് -1 2 ഓഫ് ആർ. -1 2 എന്നാണ് സെറ്റ് തന്നിട്ടുള്ളത്. സോ -1 2നെ നമുക്ക് -1 ലെസ് ദാൻ x ലെസ് ദാൻ 2 എന്ന് എഴുതാം. സെറ്റ് എക്സ് സച്ച് ദാറ്റ് x ബിലോങ്സ് ടു ആർ -1 ലെസ് ദാൻ x ലെസ് ദാൻ 2. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എ യൂണിയൻ ബി കാണാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ എ യൂണിയൻ ബി 1 3 5 6 7 8 9 10 എന്ന് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ കോംപ്ലിമെൻറ്റ് കാണണം. എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 10. ദെൻ ബി കോംപ്ലിമെൻറ്റ് കാണണം. ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇനി ചോദിച്ചിട്ടുള്ളത് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ 2 4 എന്ന് വരും. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണുമ്പോഴും സെറ്റ് 2 4 എന്ന് വരും. Therefore we can write a union b whole complement equal to a complement intersection b complement. ഇനി 10th ക്വസ്റ്റ്യൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് മോഡ് എക്സ്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ച് കാണാനും. സോ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം ഇതുപോലെ എക്സ് വൈയുടെ വാല്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള ടേബിൾ വരയ്ക്കുക. ദെൻ പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഗ്രാഫ് കിട്ടും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതേ രീതിയിൽ 0 2 എന്ന് പറഞ്ഞ ഈ പോയിൻറ്റ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ചോദിച്ചിട്ടുണ്ട്. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എക്സിന് എല്ലാ വാല്യൂസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് എഴുതാം. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ y ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ 2 മുതലുള്ള എല്ലാ പോയിൻറ്റ്സും ആണ് വരുന്നത്. 2ന് താഴോട്ടുള്ളത്. സോ -∞ മുതൽ 2 വരെയാണ് അതിൻ്റെ റേഞ്ച് വരിക. സോ -∞ to 2 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് 2യുടെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.